ഉപതെരഞ്ഞെടുപ്പിനുള്ള UDF സ്ഥാനാർത്ഥി നിർണയത്തിനായി എറണാകുളത്ത് കോൺഗ്രസിന്റെ നിർണായക യോഗം ഇപ്പോഴും തുടരുകയാണ്. PV അൻവറിന്റെ മുന്നണി പ്രവേശനം ഉൾപ്പെടെ ഈ യോഗം ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. PV അൻവർ അവസരം മുതലെടുക്കുകയാണ് എന്ന വിമർശനം ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നുണ്ട്. B ദിലീപ് കുമാറും വിപിൻ C വിജയനും നിതിൻ അംബുജനും വിവരങ്ങൾ നൽകും. ആദ്യം നിതിൻ അംബുജൻ കൊച്ചിയിലെ കോൺഗ്രസ് യോഗം നടക്കുന്ന വേദിയിൽ നിന്നാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നിതിൻ, ഇന്നത്തെ യോഗത്തിൽ ഒരൊറ്റ പേരിലേക്ക് എത്തുകയും അത് ഹൈക്കമാൻഡിലേക്ക് അയക്കുകയും ഹൈക്കമാൻഡ് ഇന്ന് വൈകിട്ട് തന്നെ ആ പേര് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നായിരുന്നു നേരത്തെ കേട്ടത്. ഇപ്പോൾ അൻവർ ഉയർത്തുന്ന അതിശക്തമായ എതിർപ്പ്, അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകുമോ കോൺഗ്രസ്? എന്താണ് കോൺഗ്രസ് ക്യാമ്പിന്റെ ഒരു പൊതു വിലയിരുത്തൽ? വിജുമാർ, എറണാകുളത്ത് KPC അധ്യക്ഷൻ അതോടൊപ്പം തന്നെ UDF കൺവീനർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഇപ്പോൾ നിർണായക യോഗം ചേരുകയാണ്. യോഗം ഏതാണ്ട് ആരംഭിച്ചപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. വൈകാതെ തന്നെ യോഗം അവസാനിച്ചും പിന്നീട് ഒരു ഒറ്റപ്പേര് എന്തായാലും ഹൈക്കമാൻഡിന് കൈമാറാനാണ് ഇപ്പോൾ തീരുമാനം. ഒറ്റപ്പേരല്ലെങ്കിൽ ഒരുപക്ഷെ ഹൈക്കമാൻഡ് വീണ്ടും അതിൽ ചർച്ചയ്ക്ക് വെക്കും. കാരണം നേരത്തെ തന്നെ നമുക്കറിയാം ആര്യയുടെ ഷൗക്കത്ത് അതോടൊപ്പം തന്നെ VSO എന്ന 2 പേരുകളിൽ ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രി തന്നെ ആര്യയുടെ ഷൗക്കത്ത് എന്ന പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തി. പക്ഷേ അതിനുശേഷമാണ് PV അൻവർ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. UDF നേതാക്കളുമായുള്ള ആശയവിനിമയം ഇപ്പോൾ നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും PV അൻവർ ഉന്നയിച്ച അല്ലെങ്കിൽ PV അൻവർ VSOയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തിരുന്ന സാഹചര്യത്തിൽ ഏത് നിലയിൽ സമവായത്തിലൂടെ VSOയെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക, സ്വാഭാവികമായിട്ടും PV അൻവറിന്റെ പിന്തുണ അത് നേടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനം. അതിനിടയിൽ ഇത്തരമൊരു ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം അത് പരിഗണിച്ച് ചർച്ചയിലൂടെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുക, ആ ഒരു ചർച്ചയാണ് എന്തായാലും ഇപ്പോൾ എറണാകുളത്ത് നടക്കുന്നത്. മാത്രമല്ല സ്ഥാനാർത്ഥി ആരെ പരിഗണിക്കണം എന്ന സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നുണ്ട്. അതിൽ UDF നേതാക്കളുമായിട്ടുള്ള ആശയവിനിമയം അടക്കമുള്ള കാര്യങ്ങളും എറണാകുളത്തെ യോഗത്തിൽ നടന്നു വരികയാണ്. KPC അധ്യക്ഷൻ കൂടാതെ UDF കൺവീനർ, പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ AP അനിൽകുമാർ, കൂടാതെ ഷാഫി പറമ്പിൽ, PC വിഷ്ണു ഉൾപ്പെടെയുള്ള നേതാക്കളാണ് എറണാകുളത്ത് ഇപ്പോൾ യോഗം ചേരുന്നത്. എന്തായാലും യോഗം ആരംഭിച്ച് 2 മണിക്കൂർ പിന്നിട്ട് അല്പസമയത്തിനകം നേതാക്കൾ ഇപ്പോൾ യോഗശേഷം ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, അല്പസമയത്തിനകം ഒരുപക്ഷെ യോഗത്തിന് ശേഷം നേതാക്കൾ പുറത്തിറങ്ങുകയും എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ നടത്താൻ പറ്റുമോ എന്നറിയില്ല. കാരണം തീരുമാനം ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ്, ഇപ്പോൾ അൻവറിൻ്റെ ഈ പറയുന്നത് ഒരുതരം സമ്മർദ്ദ തന്ത്രമാണ് എന്നത് എല്ലാവർക്കും അറിയാം. കാരണം ഈ ഘട്ടത്തിൽ എന്താണ് ഇനി UDFന്റെ ഭാഗമാകാൻ പറ്റുമോ എന്നതടക്കം അൻവർ പരിശോധിക്കുന്നുണ്ട്. അതിന് ഇപ്പോഴത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഈ രാഷ്ട്രീയ പരിസരം ഉപയോഗിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാകാം. അതിൻ്റെ സാധ്യതയും ശക്തമാണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് എന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തിയെടുത്തുനിന്ന് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ അൻവറിൻ്റെ ഈ സമ്മർദ്ദതന്ത്രം കാരണമാകുമോ? മാറി ചിന്തിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? അതോ അൻവറിനെ അനുനയിപ്പിച്ച് മറ്റ് ഈ പറയുന്ന ഘടകകക്ഷി സ്ഥാനമൊക്കെ നൽകി ആ മട്ടിൽ അനുനയിപ്പിച്ച് ഒപ്പം ചേർത്ത് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കലായിരിക്കില്ലേ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ചിന്തിക്കുമോ? എന്ത് കരുതാം ഈ ഘട്ടത്തിൽ? വിജയകുമാർ, PV അൻവറിൻ്റേത് രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമായാണ് UDF നേതാക്കൾ വിലയിരുത്തുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തലും ഇതുതന്നെയാണ്. PV അൻവറിനെ UDFൽ ഘടകകക്ഷിയാക്കുക. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണ്. തൃണമൂൽ കോൺഗ്രസിനെ UDFൽ ഘടകകക്ഷിയാക്കുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന നിലയിൽ PV അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന നിർദ്ദേശം. നേരത്തെ മുതൽ തന്നെ അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്നയാളാണ്. 2016 ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ പരാജയപ്പെടുത്തിയ ആളുമാണ് PV അൻവർ. ഇത്തവണ ഇടതുമുന്നണിയിൽ നിന്ന് മാറി UDFനൊപ്പം ചേരുന്നതിന് മുന്നോടിയായി PV അൻവർ പറഞ്ഞിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി VS ജോയി, മലപ്പുറം DCC പ്രസിഡന്റ്, അദ്ദേഹം വരുന്നതാണ് നല്ലത് എന്നായിരുന്നു. അങ്ങനെ ഈ ആര്യാടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പ് അദ്ദേഹം പലപ്പോഴും പരസ്യമാക്കിയിട്ടുള്ള ആളുമാണ് PV അൻവർ. പക്ഷേ കോൺഗ്രസ് ആണ് അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്. കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്ത് എന്ന ആ ഒരു പേരിലേക്ക് എത്തുകയാണെങ്കിൽ PV അൻവറിനെ സംബന്ധിച്ച് PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച കാര്യം ഒരുപക്ഷെ അദ്ദേഹം വിലയിരുത്തുന്നുണ്ടാകാം. അതുകൊണ്ടുകൂടി തന്നെയാണ് അവിടെ മത്സരിക്കുന്നതിനുള്ള സാധ്യത. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നടക്കേണ്ടത്. VS ജോയിയാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കണമെന്ന അവകാശവാദം തനിക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ, നേരത്തെ അദ്ദേഹത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് 3 പതിറ്റാണ്ടോളം അവിടെ തുടർച്ചയായി MLA ആയിരുന്നു. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ഇത്തവണ 2026 ആകുമ്പോൾ മണ്ഡലം ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിലോ എന്ന ഒരു ആശങ്ക കൂടി PV അൻവറിനുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ഈ അവസരത്തിൽ UDFൻ്റെ ഘടകകക്ഷിയാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം ഈ സമ്മർദ്ദത്തിലൂടെ ആര്യാടൻ ഷൗക്കത്തിനെതിരായ
ഒരു സമ്മർദ്ദ തന്ത്രത്തിലൂടെ ഘടകകക്ഷിയാക്കുക എന്ന ഒരു നിലപാട് അത് അംഗീകരിപ്പിക്കുക എന്നതിലേക്ക് എത്തിക്കുക എന്നതാണ് പി വി അൻവർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള തന്ത്രം എന്നാണ് പൊതുവെ UDF നേതാക്കൾ വിലയിരുത്തുന്നത്. യെസ്, അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഒരു UDF ഭാഗമാകാൻ. നേരത്തെ അൻവറിനോട് അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ മുന്നണിയുമായി എന്ന് ചോദിക്കുമ്പോൾ അൻവർ പറയുന്ന മറുപടി അസോസിയേറ്റ് ചെയ്യാൻ ആര് തീരുമാനിച്ചിട്ടുണ്ട്, ആരാണ്? അപ്പോൾ ബസ്സിൻ്റെ ഫുട്ബോളിൽ നിന്ന് യാത്ര ചെയ്യാൻ പോലും എനിക്ക് അനുവാദമില്ലല്ലോ എന്നാണ് PV അൻവർ പറയുന്നത്. അപ്പോൾ ആ സാഹചര്യം മാറി മുന്നണിയുടെ ഭാഗമാകാൻ PV അൻവർ ശ്രമിക്കുന്നു, അതിന് ഈ അവസരം ഉപയോഗിക്കുന്നു എന്ന് വേണം നമുക്ക് ഒരു ഘട്ടത്തിൽ കരുതാൻ. അതിനപ്പുറത്തേക്ക് ആര്യാടൻ ഷൗക്കത്തിനോടുള്ള ആര്യാടനോടൊക്കെയുള്ള ആ എതിർപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് വേദിയിൽ ഒരിക്കൽ കൂടി ഉന്നയിച്ച് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ അൻവർ എന്നതും അറിയില്ല. എന്തായാലും PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു യോഗം വൈകിട്ട് ചേരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു തീരുമാനമെടുക്കുമായിരിക്കും. ഇപ്പോൾ വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ഈ PV അൻവർ മത്സരിച്ചേക്കുമെന്ന് പോലും അദ്ദേഹത്തിന്റെ അനുയായികൾ നമ്മളോട് പേഴ്സണലി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ സമ്മർദ്ദത്തിന്റെ ഭാഗങ്ങളാകാം എന്ന് ആ മട്ടിൽ തന്നെ കരുതാം. UDFനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് മിനിറ്റ് വരെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ അപ്രതീക്ഷിതമായി എന്തോ ചില തിരിച്ചടി സമ്മർദ്ദമൊക്കെ മുന്നണി നേരിടുന്നു. എങ്ങനെയായിരിക്കും UDFന്റെ നീക്കങ്ങൾ? എന്താണ് നമ്മൾ കരുതേണ്ടത്? ഇടതുമുന്നണി UDFൽ എന്ത് നടക്കുന്നു എന്ന് നോക്കി തീരുമാനമെടുക്കാൻ കാത്തിരിക്കുകയാണല്ലോ, അല്ലേ? അതെ, UDFിലെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ അത് നിരീക്ഷിക്കുക തന്നെയാണ് LDF. അതിനുശേഷം ഒരു തീരുമാനമെടുക്കാം എന്നുള്ളതാണ് നിലപാട്. നാളെ ഉച്ചയ്ക്കാണ് ഇവിടെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അതിലൊരു അന്തിമ തീരുമാനമെടുക്കാം എന്നുള്ളത് നിലപാടാണ് ഇപ്പോൾ CPM നേതാക്കൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത്. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്വതന്ത്രനെ ഒരു പക്ഷേ UDFിൽ നിന്ന് കിട്ടുമോ എന്നുള്ള ഇതിനു മുൻപൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിപ്പോഴും കൈവിടാനായിട്ടില്ല എന്നുള്ളത് ചില നേതാക്കൾ തന്നെ അത് പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഒരു പ്രശ്നം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ UDFിൻ്റെ അണിയറയിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം രണ്ട് പേരുകളിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് ഇപ്പോൾ അതൊരു ട്വിസ്റ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ PV അൻവർ അത്തരത്തിലൊരു ഉടക്ക് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഏത് ചെകുത്താനായാലും കുഴപ്പമില്ല എന്നുള്ള ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഇന്നിപ്പോൾ ഇതൊരു നല്ല ചെകുത്താനായിരിക്കണം എന്നുള്ളതിലേക്ക് ഒരു മാറ്റിപ്പറച്ചിൽ ഉണ്ടാകുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ മുന്നണി പ്രവേശനം ഇപ്പോഴും സാധ്യമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദതന്ത്രം എന്നുള്ള നിലപാട് അതുമായി ബന്ധപ്പെട്ട UDFിൻ്റെ നേതാക്കൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതേ സമയത്ത് തന്നെ അന്തരിച്ച DCC പ്രസിഡന്റ് ആയിരുന്ന VV പ്രകാശിന്റെ മകൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കത്തിന് എതിർപ്പുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തന്നെ വിലയിരുത്തുന്നതും. അത്തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നതൊക്കെ. അതൊരു വൈകാരിക കുറിപ്പാണ്. ആ കുറിപ്പ് കൂടി വിജയകുമാർ ഒന്ന് വായിക്കേണ്ടതുണ്ട്. അച്ഛൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല, ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട്, മരിച്ചിട്ടും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന്. അച്ഛൻ്റെ പച്ച പിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട്. അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും, ആ ഓർമ്മകൾ മാത്രം മതി എന്നുള്ളതാണ് ആ വരികൾ. അദ്ദേഹത്തിൻ്റെ VV പ്രകാശിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഉള്ള വെച്ചിട്ടാണ് ഫേസ്ബുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2021 VV പ്രകാശ് സ്ഥാനാർത്ഥിയാകുന്ന ആ ഒരു ഘട്ടത്തിലടക്കം ആര്യാടൻ ഷൗക്കത്തുമായിട്ടുള്ള ചില പിണക്കങ്ങൾ, അതിൽ ഷൗക്കത്തിനുണ്ടായിരുന്ന ചില പ്രയാസങ്ങൾ, അതിനു മുൻപ് 2016 VV പ്രകാശിനെ പരിഗണിച്ചത് DCC പ്രസിഡന്റ് ആക്കുന്നതിലുള്ള എതിർപ്പൊക്കെ അന്ന് തന്നെ അത് പരസ്യമായിട്ട് വരികയും കുടുംബത്തിന് അതിലുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ 2025 ഈ ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് നന്ദന പ്രകാശ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും ആ ഒരു ഒറ്റ പേര് ആരുടെ പേരായിരിക്കും പുറത്തേക്ക് വരിക എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിൽ ഉൾപ്പെടെ ഒരുപാട് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വന്നിട്ടുണ്ട്. ഇവിടെയും ആ ഒരു പരിസരം അത്തരത്തിൽ അങ്ങനെ കലുഷിതമായി തന്നെ നിൽക്കുകയാണ്. വിജയകുമാർ, എന്താണ് UDF ക്യാമ്പിൽ സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കുകയാണ് ഇടതുമുന്നണി. അതിനനുസരിച്ചായിരിക്കും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക എന്ന വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത്. അപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന യോഗത്തിന് ശേഷം ഹൈക്കമാൻഡിലേക്ക് ഒറ്റപ്പേര് പോവുകയും വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ അൻവർ ഉയർത്തുന്ന പ്രശ്നം അത് സങ്കീർണമാകുന്നു എങ്കിൽ എന്തായിരിക്കും എന്നത് അറിയേണ്ടതുണ്ട്.